കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു എന്നുള്ള വാർത്ത നിരവധി പേർക്ക് പരിക്കേറ്റു. രണ്ടുപേരുടെ നില ഗുരുതരം എന്നാണ് ഇപ്പോൾ അറിയുന്നത്. രണ്ടാനകൾ ഇടഞ്ഞു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മിഥില ബാലനും രാഹുൽ സുരേഷും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. മിഥില ബാലൻ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. മിഥില, ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ആന ഇടഞ്ഞത്. 2 ആന ഇടഞ്ഞു. ഈ 2 ആനകളെയും തളച്ചു എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ പരിക്കേറ്റവരുടെ എണ്ണം കൂടുകയാണ്. നിലവിൽ 10 പേരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം എന്ന വിവരം തന്നെയാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. പ്രത്യേക കാഷ്വാലിറ്റി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ആളുകളെ അങ്ങോട്ട് എത്തിക്കുന്ന കാഴ്ചയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. 2 പേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ആ ഉത്സവത്തിനിടയിലാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞത്. 2 ആന ആണ് ഇടഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആശുപത്രിയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പ്രത്യേക കാഷ്വാലിറ്റി അവിടെ തുറന്നിട്ടുണ്ട്. കൂടുതൽ ആളുകളെ അങ്ങോട്ട് പരിക്കേറ്റ ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 10 പേരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ 10 പേരിൽ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്, മിഥില, ഈ ഒരു വിവരം വരുന്നത് ഈ കരിമരുന്ന് പ്രയോഗം നടന്ന സമയത്ത് ആ ഉഗ്ര ശബ്ദമുണ്ടായി. ആ ശബ്ദത്തിന് പിന്നാലെ ആനകൾ ഇടഞ്ഞുവെന്നാണോ മിഥില? നിലവിൽ ലഭ്യമാകുന്ന വിവരം അങ്ങനെ തന്നെയാണ്. ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഉത്സവത്തോടുണ്ടായുള്ള കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു ഉത്സവമാണ് ഈ മണക്കുളങ്ങര എന്നത്. ആ ഒരു പ്രദേശത്തെ കൊയിലാണ്ടി ആ ഒരു ഭാഗത്തുള്ള ഒരു വലിയ ഉത്സവം തന്നെയാണ് ഈ മണക്കുളങ്ങരയുടെ. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കാവുന്നതിലും അധികം ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. 2 ആനകളാണ് ഇടഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് പരിക്കേറ്റവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ കാഷ്വാലിറ്റി അവിടെ ആരംഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊയിലാണ്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 10 പേരെ എത്തിച്ചിട്ടുണ്ട്. ആ 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഉന്മേഷ്, മിഥില ബാലനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിന്ന്.